I like to make men uncomfortable. I enjoy making men uncomfortable. Meanwhile, മെയിൽ ആയതുകൊണ്ടെന്നുള്ളതില്ല. അങ്ങനെ ഫൈനലി മാർവൽ എന്ന വമ്പൻ ഫ്രാഞ്ചൈസിന് ശേഷം മറ്റൊരു ലെജൻഡറി ഫ്രാഞ്ചൈസും ഇപ്പോൾ ഡിസ്നി കാരണം ഇല്ലാതാവാൻ പോവാ. അപ്പോൾ ആ ഒരു ഫ്രാഞ്ചൈസ് വേറെ ഒന്നുമല്ല, സ്റ്റാർ വാർസ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഈ ഒരു സ്റ്റാർ വാർസ് വലിയൊരു ബിഗ് തിങ് അല്ലെങ്കിൽ പോലും പുറത്തേക്ക് ഈ ഒരു ഹോളിവുഡ് സൈഡിലോട്ട് പോകുമ്പോൾ ഇതിന് വലിയൊരു ഫാൻഡോ ഉണ്ട്. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നൊരു ഫാൻഡോ അല്ല കേട്ടോ, സമയമെടുത്ത് ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം ഉണ്ടായ ഒരു ഫാൻ ബേസ് ആണ്. അങ്ങനെയുള്ള ഒരു ലെഗസി കൊണ്ടു നടക്കുന്ന ഈ ഒരു സീരീസ് അറ്റ് ദിസ് പോയിന്റ് ഈസ് എ ജോക്ക്. അപ്പോൾ കോൺടെസ്റ്റ് എന്താണെന്ന് അറിയാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റാർ വാർസിന് ഒരുപാട് സ്പിൻ ഓഫ് പ്രോജക്റ്റും സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അതിലിപ്പോൾ നിലവിൽ പ്രൊഡക്ഷനിലുള്ള ഒരു പ്രധാന ട്രയോളജിയാണ് റേ സ്റ്റാർ വാർസ്. ഒന്നാമത്തെ കാര്യം, ഒരാവശ്യമില്ലാത്ത ക്യാരക്ടറിനെ വെച്ച് അടുത്തൊരു ട്രയോളജി, അത് നേരെ ചൊവ്വേ എടുക്കാം എന്ന് പറയുന്നൊരു ബോധമില്ലാതെ കാണുന്ന പ്രേക്ഷകരിൽ പ്രത്യേകിച്ചും ആണുങ്ങളെ അൺകംഫർട്ടബിൾ ആക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ആ ഒരു ഇന്റൻഷൻ വെച്ച് ഒരു സിനിമ അപ്രോച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും? സോറി, ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊന്നുമില്ല, ഇതിന്റെ ഡയറക്ടർ സ്റ്റേജിൽ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്. I like to make men uncomfortable. I enjoy making men uncomfortable. Not you. Apparently she is the first woman and first person of color to direct a Star Wars movies. ഞാൻ പറഞ്ഞല്ലോ, she's also the first woman and the first person of color to direct a Star Wars film. It's set to be released in 2026. You can say that the force is strong with this one. ഇല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സമത്വം പറയുന്നത് നിങ്ങളുടെ വായിൽ തന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾ എന്താ പറയണ്ടേ? It is important to be able to look into the eyes of a man and say, I am here, and recognize that I am working to bring something that makes you uncomfortable, and it should make you uncomfortable because you need to change your attitude. പറയുന്നതിൽ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ബോധം വേണ്ടേ? സ്റ്റാർ വാർസിന്റെ ഫാൻ ബേസിൽ തന്നെ ഒരു വലിയൊരു ശതമാനം ആണുങ്ങളാണ്. അവരെ എല്ലാം മുഷിപ്പിക്കുന്ന രീതിയിൽ ഒരു പടം എടുത്ത് വെച്ചാൽ അവർ കാണുമെന്നാണ് നിങ്ങളുടെ വിചാരം? പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴത്തെ എന്റർടൈൻമെന്റ് ഫീൽഡിൽ സിനിമകളും സീരീസൊക്കെ എങ്ങനെയൊക്കെയാ പോകുന്നതെന്ന്. ഒന്നും വേണ്ട, നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഒരു 10 കൊല്ലം മുമ്പ്, വേണ്ട, ഒരു 5 കൊല്ലം മുമ്പ് വന്ന സിനിമകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്റർടൈൻമെന്റ് വാല്യൂക്കാളും കൂടുതലുള്ളത് മെസ്സേജ് ആണ്. അതിലും ഒരു ഒത്തന്റിസിറ്റി ഇല്ലാതെ കുത്തിക്കയറ്റി വെക്കാം. അത് കാണുന്ന ഇത് പൊട്ടനും പച്ചവെള്ളം പോലെ മനസ്സിലാവുകയും ചെയ്യും. ഞാൻ ആർട്ട് ഫിലിംസിന്റെ കാര്യം, ഇന്ത്യ സിനിമകളുടെ കാര്യം ഒന്നും അല്ല പറയുന്നത്, ഞാൻ പറയുന്നത് പക്ക കൊമേഴ്ഷ്യൽ സിനിമകളുടെ അവസ്ഥയാണ്. വലിയൊരു എക്സാമ്പിൾ എടുക്കാം, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്, MCU. ബട്ട് ഇപ്പൊ അങ്ങനെയല്ല, ഇറ്റ്സ് മോർ ലൈക്ക് MCU. ഫീമെയിൽ എംപവർമെന്റ് ആണെന്ന് പറഞ്ഞവർ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടിയേക്കുന്നത്. അതിന്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇപ്പോൾ ഫിനാൻഷ്യലി മാത്രമല്ല, ഫാൻ ബേസ് വൈസ് നോക്കുകയാണെങ്കിലും മാർവലിന്റെ നല്ലൊരു സോളിഡ് ബോക്സ് ഓഫീസ് പോയ ഏത് പടമുള്ളത്? നോവേ ഹോമിന് ശേഷം തീർന്ന്. മാർവൽസ് ഒക്കെ ഫസ്റ്റ് വീക്ക് തന്നെ വാഷ് ഔട്ട് ആകുമായിരുന്നു. ഞാൻ നോക്കി, പിള്ളേർ പറഞ്ഞു നല്ല ഉജ്ജ്വല പടമാണ്, പോകണ്ട മോനെന്ന്. വീട്ടിലിരുന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് എനിക്ക് വെറുത്തുപോയി. ഒരു സംശയമില്ല, ഇതേ അവസ്ഥ തന്നെയാണ് സ്റ്റാർ വാർസിനും ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇതേപോലെ പോകുന്നെങ്കിൽ. We're in 2024 now, and I think it's about time that we had a woman come forward to shape the story in a galaxy far, far away. ഞാനൊരു വലിയ സംഭവം അല്ലേ? ശരി, ഓക്കെ, ഷീ ഹേറ്റ്സ് മെൻ, അത് സമ്മതിക്കുന്നു. പുള്ളിക്കാരത്തിന്റെ പേഴ്സണലാണ്, എന്തോ ആവട്ടെ. എന്നാൽ ആ ഒരു കാര്യം ഒരു കാരണവശാലും ഒരു എന്റർടൈൻമെന്റ് മീഡിയത്തിനുള്ളിലോട്ട് കയറ്റാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് സ്റ്റാർ വാർസ് പോലുള്ള സിനിമകളിലേക്കെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പൊളിറ്റിക്സ് വരണം. ന്യായമായ കാര്യം, സമ്മതിക്കുന്നു, നിങ്ങൾ ചെയ്യണം. പക്ഷേ അതൊരു പുതിയ കഥയായിട്ടോ അല്ലെങ്കിൽ വേറെ വല്ല എത്ര കഥകൾ ഉണ്ടാക്കാൻ പറ്റും? നിങ്ങളുടെ പൊളിറ്റിക്സ് ഒരു മായവും ഇല്ലാതെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. പക്ഷേ എന്തിനാണ് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള, ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ള ഒരു സാധനത്തിനകത്ത് കയറ്റാൻ നോക്കുന്നത്? അതും ഭയങ്കര ഫോഴ്സ് ചെയ്തത്. പിന്നെ ഞാനാ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൽ എന്താണ് ഇത്രമാത്രം ആനന്ദിക്കാനുള്ളത്? അതിലെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഇവർ പറയുന്ന പോലെ ഈ 2024 ഞാൻ കാണുന്നില്ല. നല്ല കഥ പറയാൻ കഴിവുണ്ടോ? നിങ്ങളൊരു നല്ല ഡയറക്ടറാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് എനി ജെൻഡർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഇല വന്ന് മുള്ളിൽ വീണാലും നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. പുള്ളിക്കാരത്തിയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ നോക്കി ഇവരാരാ എന്താന്നൊക്കെ. പുള്ളിക്കാരത്തി ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്, അതിന് ഓസ്കാറും കിട്ടിയിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് ഇറ്റ്, അത്രേ ചെയ്തിട്ടുള്ളൂ. വേറൊരു ഫീച്ചർ ഫിലിമോ അല്ലെങ്കിൽ ഒരു കൊളാബറേഷനോ ഒന്നും നടന്നിട്ടില്ല. വേറൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരത്തി കഴിവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് സോളിഡ് ട്രാക്ക് റെക്കോർഡുള്ള നമ്മുടെ പാറ്റി ജെങ്കിൻസിനേക്കാളും എന്താണ് ഡിസ്നി ഈ ഒരു ഡയറക്ടറിൽ കണ്ടത് എന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഡിസ്നി കഴിഞ്ഞ വട്ടം ഇതേപോലെ തന്നെ ഒരു പുതിയ ഡയറക്ടറിന്റെ കയ്യിൽ ഒരു പുതിയ പടം കൊടുത്തായിരുന്നു. അതും ഒരു ഫസ്റ്റ് ബ്ലാക്ക് വുമൺ ടു ഡയറക്ട് എ മാർവൽ മൂവി. മനസ്സിലായില്ലേ? ദി മാർവൽസ് മൂവി. അത് എത്ര നിലയിൽ പൊട്ടിയെന്ന് അവർക്ക് പോലും വലിയ പിടിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ വീണ്ടും സെയിം മിസ്റ്റേക്ക് തന്നെ ആവർത്തിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക്. ഫാൻസ് നിങ്ങൾ എന്ത് വേണം ചെയ്തോ, ഞങ്ങൾ ഇതുപോലെ ഒരു സാധനം പടച്ചുവിടും, നിങ്ങൾ കണ്ടോണം എന്നൊരു മൈൻഡ് സെറ്റ്, അത് പ്രോബ്ലമാറ്റിക് ആണ്. അതിനെയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ നോക്കുന്നത്. ഐ മീൻ, ഞാൻ എന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഇവിടെ പറയുന്നു എന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല, അതെനിക്കറിയാം. ഇതും പോരാത്തതിന് റേച്ചൽ സെഗ്ലർ ഒരു സൈഡിൽ കൂടെ കിടന്ന് കുണച്ചുകൊണ്ടിരിക്കുന്നു ട്വിറ്ററിൽ. മിണ്ടാതെങ്ങാൻ ഒരു മൂലയ്ക്ക് ഇരുന്നാൽ മതി, പക്ഷെ ചെയ്യത്തില്ല. അങ്ങ് വഴി കൂടെ പോകുന്ന ഈണി തോട്ടിയിട്ട് പിടിച്ച് വലിച്ചു വാങ്ങുന്ന കൂട്ടത്തില്ല. പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? മണ്ടൻ സൂപ്രണ്ടെ നോക്കി നിൽക്കാതെ ഏണി എടുത്തോണ്ട് വാടോ.
So we didn't do that this time. Cast a guy in the movie, Andrew Burnap, great dude. All of Andrew's scenes could get cut. Who knows? It's Hollywood, baby. It's Hollywood, baby. It's Hollywood, baby. ഇനി സ്റ്റാർ വാസിന്റെ ഒരു സൈഡിൽ ഈ ഒരു റേ ഫിലിംസ് എല്ലാം തന്നെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഡിലേ ആയിരിക്കുകയാണെന്നും മേ ബി ഹോൾ പ്രോജക്റ്റ് തന്നെ ക്യാൻസൽ ആവും, അതിന് പുറത്തോട്ട് വരില്ല എന്ന് പറഞ്ഞ ഒരു സൈഡില്ല. എന്തതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഡിസ്നിയോട് ചോദിക്കുമ്പോൾ ഇല്ലില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും അത് ഡിലേ ആക്കിയിട്ടില്ല, ക്യാൻസൽ ചെയ്യാനും പ്ലാൻ ഇല്ല, അതിപ്പോൾ തൽക്കാലം ഡെവലപ്പിംഗിലാണ്, അത്രേ ഉള്ളൂ എന്ന്. ഇതിൽ ഏതാ വിശ്വസിക്കേണ്ട ഏതാ വിശ്വസിക്കേണ്ടാത്ത ഒരു പിടിയുമില്ല. ഇതുപോലെ തന്നെ ഡെയ്സി റിഡ്ലി ഈ പടത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആവശ്യപ്പെട്ട സാലറി എന്ന് പറയുന്നത് ഏതാണ്ട് $13 million ആണത്രേ. I think it's a really fantastic exploration of the Star Wars world. It's a really cool way of taking the story on in a bit of a different direction. എനിക്കെന്നല്ല ഒരാൾക്കും ഈ ഒരു ഫീമെയിൽസ് ലീഡ് ചെയ്യുന്ന സിനിമകൾ കാണുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അൾട്ടിമേറ്റ്ലി ഞങ്ങൾ സിനിമ കാണുന്നത് എൻ്റർടൈൻ ആവാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളവിടെ നേരെ ചൊവ്വേ സിനിമ എടുക്കാതെ പകരം കുത്തിക്കയറ്റി കുറേ ഐഡിയോളജി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. നല്ലൊരു എൻ്റർടൈനിങ് ഫിലിം ആണെങ്കിൽ അതിപ്പോൾ മെയിൽ സെൻട്രിക് ആണെങ്കിലും ഫീമെയിൽ സെൻട്രിക് ആണെങ്കിലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ കാലത്ത് അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം നല്ല വല്ല സിനിമ കിട്ടണമെങ്കിൽ ഒരുമാതിരി വ്രതം ഇരിക്കേണ്ട അവസ്ഥയാണ്. മോഡേൺ സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നൗണും പ്രോണൗണും പഠിപ്പിക്കുക എന്നത് മാത്രമാണ്. എന്തൊരു ദയനീയമാണെന്ന് ഓർക്കണം. Don't call me he or she, call me they. And I was like, what the fuck? ഇപ്പോൾ കുട്ടികൾ കാണുന്ന ഡിസ്നി ആനിമേഷൻ മൂവീസിൽ പോലും ഈ പറയുന്ന പൊളിറ്റിക്സ് കുത്തിക്കയറ്റി വെക്കുന്നുണ്ട്. ഇതൊരിക്കലും ക്രിയേറ്റീവ് ചോയ്സ് അല്ല. പ്രൊഡക്ഷൻ ഹൗസ് പറയും ഇന്ന പോലെ കാര്യങ്ങളൊക്കെ പടത്തിനകത്ത് വേണമെന്ന് പറഞ്ഞു. ഒരു ക്രിയേറ്റീവ് ഫ്രീഡം അവിടെ ഉണ്ടാവുന്നില്ല. അതിന് പ്രധാന ഉദാഹരണമാണ് സ്റ്റീവൻ നൈറ്റ്. പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഗംഭീര സീരീസിന്റെ ക്രിയേറ്ററാണ് പുള്ളി ഒരു സ്റ്റാർ വാർസ് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിന്റെ റൈറ്റിംഗ്സിലായിരുന്നു. ബട്ട് പ്രൊഡക്ഷൻ ഒരുപാട് ഇൻവോൾവ് ആകണമെന്ന്. തന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഇതിലൊക്കെ ചില രീതികളും മര്യാദകളൊക്കെ ഉണ്ട്. താൻ ആദ്യം അതൊക്കെ പഠിച്ചിട്ട് പുള്ളിക്ക് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആളിപ്പോൾ സ്റ്റാർ വാർസ് പ്രോജക്റ്റ് മാറ്റി വെച്ചിട്ട് പുള്ളിയുടെ പീക്കി ബ്ലൈൻഡേഴ്സ് മൂവി ഇപ്പോൾ നല്ല രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുക. ഇനിയും സ്റ്റാർ വാർസിൽ നിൽക്കണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ക്രിയേറ്റീവ് ഡയറക്ടേഴ്സോ റൈറ്റേഴ്സോ വരുമോ? വന്നാലും അവരെ വെറുതെ വിടുത്തുമില്ലല്ലോ. ഇപ്പോഴും ഇത്രയും ബാക്ക് സ്ലാഷ് ഉണ്ടായിട്ടും ഡിസ്നി അവരുടെ തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ല. ലൂക്കസ് ഫിലിംസിന്റെ ഹെഡ്സിനെ മാറ്റുന്നില്ല. പിന്നെ ലൂക്കസ് ഫിലിംസ് ഈ പറയുന്ന സ്റ്റാർ വാർസ് ഒക്കെ ബാക്ക് ചെയ്യുന്നത് ഇവരാണ്. അവരുടെ ടീമിലുള്ളത് ഭൂരിഭാഗവും പെണ്ണുങ്ങളാണ്. ആദ്യത്തെ 3 പടം മാത്രമല്ല, റിയൽ ലൈഫിൽ ഒരു വുമൺ എംപവർമെന്റ് തന്നെയാണ്. ടീഷർട്ട് കണ്ടില്ലേ, ദ ഫോഴ്സ് ഈസ് ഫീമെയിൽ. എന്ത് ഫോഴ്സിന് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ ജെൻഡർ ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ എത്ര ജെൻഡർ ആണോ അത്രയും? എൻ്റെ അറിവിലില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്ക്. ചെയ്യുന്നത് അബദ്ധമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. പിന്നെ ഇപ്പൊ അവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് അതാണ് പിടിയിട്ടത്. അതെന്തായാലും പിടിച്ചവന് പിടികിട്ടി കാണും തന്നെ. പിന്നില്ലേ ഈ കോള എന്നൊക്കെ പറയുന്നത് അതാണ്. ഒന്നും വേണ്ട, ഇന്നലെ തീർന്ന ആമസോൺ പ്രൈമിന്റെ ഒരു പുതിയ സീരീസ് ആണ് റീച്ചർ. ഗംഭീര റെസ്പോൺസ് ആയിരുന്നു സീസൺ 1-ന്. ആ ഒരു ഹൈപ്പിൽ വന്ന സീസൺ 2-ഉം വൻ ഹിറ്റ് ആയിരുന്നു. ഇത് കാണുന്ന ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഓൺലൈൻ വർക്ക് ഫെമിനിസ്റ്റുമാർക്ക് കല്ലേടി. ഇത് മാസ്കുലിറ്റിയാണ്, മിസോജിനിയാണ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. കാരണം റീച്ചർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അയ്യോ ഇത് പെണ്ണാണ് അതുകൊണ്ട് മര്യാദ കൊടുക്കണം എന്ന് പറയുന്ന ലൈനൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സീരീസ് ഹിറ്റായിപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സീരീസ് എൻഗേജിങ് ആണ്. ഒട്ടും മടുപ്പിക്കാതെ മുഷിപ്പിക്കാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ഒരു സീരീസ് ആണ്. സീസൺ 2 സീസൺ 1-ന്റെ അത്ര എത്തിയില്ലെങ്കിൽ പോലും സീസൺ 2-ഉം കൊള്ളായിരുന്നു. ബട്ട് എങ്കിലും സീസൺ 2-ൽ ആ ഒരു റീച്ചർ എന്ന ക്യാരക്ടറിനെ കുറച്ചും കൂടി ഡൗൺഗ്രേഡ് ചെയ്താണ് കാണിച്ചേക്കുന്നത്. ഇത്രയും പോലെ ഇതിനേക്കാളും വേണമെന്ന് പറഞ്ഞാൽ ഇവർ നിൽക്കുന്നത്. സോ ഫെമിനിസം എന്ന പേരിൽ കാണിച്ചു കൂട്ടി വയ്ക്കുന്ന ഈ ഒരു കോപ്രായങ്ങളുണ്ടല്ലോ, അത് പേഴ്സണലി എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്ന സാധനത്തിന്റെ അർത്ഥം എന്താണെന്നെങ്കിലും എനിക്കറിയും. ഇത് അവരറിയുന്നുണ്ടോ എന്തോ. MCU MCU ആയ പോലെ സ്റ്റാർ വാർസിന് എന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം. ഈ MCUവിന്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആർക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് അവർ പോലും ഇത് കാണുന്നില്ല എന്നുള്ളതാണ്. മാർവൽസ് എന്ന സിനിമ തിയേറ്ററിൽ കണ്ടിരിക്കുന്നത് വലിയൊരു ശതമാനം ആണുങ്ങളാണ്. ക്വയറ്റ് ആൻഡ് ഐറണി അല്ലേ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഗോൾഡൻ ഗ്ലോബ് കഴിഞ്ഞല്ലോ. ഗോൾഡൻ ഗ്ലോബ് ഹോസ്റ്റ് ചെയ്ത് ഒരു കൊമേഡിയൻ ആയിരുന്നു. സാധാരണഗതിയിൽ ഇതുകൂട്ട് പരിപാടികളൊക്കെ ഗോൾഡൻ ഗ്ലോബ് ആണെങ്കിലും എമ്മി ആണെങ്കിലും ഓസ്കാർ ആണെങ്കിലും എല്ലാം തന്നെ കുറച്ച് R-rated കോമഡിയൊക്കെ കുത്തിക്കയറിയിട്ട് അവർ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം ഗോൾഡൻ ഗ്ലോബ് നടക്കുന്നു. തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് ജോക്കോയുടെ വക ഒരു മോണോലോഗ് ഉണ്ടായിരുന്നു. അതിൽ പുള്ളി അടിച്ച് 2-3 ജോക്കാണ് ഗോൾഡൻ ഗ്ലോബിന് ജയിച്ചവരെക്കാളും കൂടുതൽ ഹിറ്റായി പോയത്. ഗോൾഡൻ ഗ്ലോബിനൊന്നും സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതിലെല്ലാവരും ട്രിഗർ ചെയ്ത് 2 കോമഡിയാണ്. ഒന്ന് ബാർബിയുടെയും ഒന്ന് ടൈലർ സ്വിഫ്റ്റിനും. ഉള്ളത് പറഞ്ഞാൽ പുള്ളി ബാർബിയെ പറ്റി പറഞ്ഞത് മോശമാണ്, അത് എനിക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ടൈലർ സ്വിഫ്റ്റിന്റെ ഒരു കോമഡിയിൽ എനിക്കൊരു പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ പുള്ളി പറഞ്ഞതിൽ കാര്യമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് ഇതിന് മാത്രം എന്ത് കാര്യം ഇയാൾ പറഞ്ഞത്. ഇതാണ് ആ ഒരു ടൈലർ സ്വിഫ്റ്റ് കോമഡി. The big difference between the Golden Globes and the NFL, on the Golden Globes we have fewer camera shots of Taylor Swift. I swear. There's just more to go to here. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല പ്രശ്നം തോന്നിയോ? എനിക്കില്ല. പിന്നെ എനിക്ക് പ്രശ്നം തോന്നിയ ആ ഒരു ബാർബി കോമഡി അത് ഇതാണ്. And Barbie is on a plastic doll with big boobies. The key moment in Barbie is when she goes from perfect beauty to bad breath, cellulite, and flat feet.
അപ്പൊ ഇങ്ങനൊരു പ്രശ്നം ആവുകയാണെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ഇയാളുടെ ആ ഒരു ബാർബി കോമഡി അല്ലേ? അതൊട്ട് സംസാര വിഷയം ആവുന്നുമില്ല. എല്ലാവരുടെ കാര്യം ടൈലർ സ്വിഫ്റ്റിലോട്ടാ. ഇയാൾ സെക്സിസ്റ്റ് ആണ്, മിസോജനിസ്റ്റിക് ആണ്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ലായിരുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞു എന്തായിരുന്നു പുള്ളി പറഞ്ഞ. ആകെ ഇത്രയേ ഉള്ളൂ, ഗോൾഡൻ ഗ്ലോബും NFL തമ്മിലുള്ള വ്യത്യാസം ഗോൾഡൻ ഗ്ലോബിലെ ടൈലർ സ്വിഫ്റ്റിന്റെ ക്യാമറ ഷോട്ട്സ് കുറവായിരിക്കും. കാര്യമില്ല, ഇയാൾ പറഞ്ഞു ഇതിലെവിടെയാണ് നിങ്ങൾ സെക്സിസം കണ്ടുപിടിക്കുന്നത്? ജസ്റ്റ് ബിക്കോസ് ടൈലർ ഒരു വിമൺ ആയതുകൊണ്ട് ഇത് സെക്സിസം ആവുന്നില്ല. ഒന്നാമത്തെ കാര്യം, ടൈലർ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ സ്റ്റാർ ആണ്. സോ ഒബ്വിയസ്ലി പുള്ളിക്കാരി എവിടെ പോയാലും അവിടെ ക്യാമറ കണ്ണുകളും എത്തും. അപ്പൊ NFL കളി കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ക്യാമറ ഷോട്ട് ടൈലറിന്റെ ആയിരിക്കും. കാരണം ഗാലറിയിൽ ഇരിക്കുന്നത് ഒരു ഗ്ലോബൽ സ്റ്റാർ ആണ്. അപ്പൊ അവർ തീർച്ചയായിട്ടും അത് മാർക്കറ്റ് ചെയ്യും. ഇത് ടൈലറിന്റെ കുഴപ്പമല്ല, കാരണം അവൾ ആവശ്യപ്പെടുന്നില്ല ഈ ഒരു അറ്റൻഷൻ കിട്ടണമെന്ന്. NFL ഇവിടെ കുറ്റക്കാരനല്ല, കാരണം അത്രയും വലിയൊരാളുള്ളപ്പോൾ എങ്ങനെ പോയാലും അവർ ഫോക്കസ് ചെയ്യും. ഈ ഒരു കാര്യം പറഞ്ഞ് ഒരു കോമഡി അടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സെക്സിസം ആവുന്നത്? ഇതിലെവിടെയാണ് മിസോജിനി ഉള്ളത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജോക്കോയുടെ കോമഡീസ് കാണാറുണ്ട്, പുള്ളിയുടെ സ്റ്റാൻഡപ്പ്. ആള് വേറെ ആൾക്കാരെ പറ്റി പറയുന്നതിനേക്കാളും സ്വന്തം കാര്യം പറഞ്ഞാണ് ആൾക്കാരെ ചിരിപ്പിക്കാറുള്ളത്. പക്ഷെ ഗോൾഡൻ ഗ്ലോബിലേക്ക് പറയുമ്പോൾ തന്നെ കോമഡി അടിച്ച് പുള്ളിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറൊരാൾ എഴുതി കൊടുത്ത് വായിക്കലാണ് ഇവരുടെ പരിപാടി, മൊത്തമല്ല കുറച്ചൊക്കെ. അപ്പോൾ ഒരു കൊമേഡിയൻ വന്നിട്ട് ഒരു കോമഡി അടിച്ചിട്ട് പോയി എന്നൊരു സെൻസിൽ എടുക്കാതെ അയാളെ സോഷ്യൽ മീഡിയയിൽ പേഴ്സണൽ അറ്റാക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് ചെറ്റത്തരവാ. ഗോൾഡൻ ഗ്ലോബിൽ ജോക്കോ എന്ന് പറയുന്ന ഒരു നോബഡിയാണ്. പുള്ളിക്ക് അവിടെ പ്രത്യേകിച്ച് പരിചയം പറയാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ ആരെ പറ്റി എന്ത് പറഞ്ഞാൽ അവരെങ്ങനെ എടുക്കും എന്ന് പറയുന്ന കാര്യം പുള്ളിക്ക് അറിയത്തില്ല. ഇതേ സമയം ഈ ഒരു കോമഡി അടിച്ചത് ഹോളിവുഡ് തന്നെയുള്ള ഒരു ആക്ടർ ആണെങ്കിൽ അവർക്ക് തമ്മിൽ പരിചയമുള്ളത് കൊണ്ട് ആ ഒരു കോമഡി പറഞ്ഞാലും ആ സെൻസിൽ അവർ എടുക്കത്തുള്ളൂ. മുമ്പ് പരിചയമുള്ളവരെ സംബന്ധിച്ച് ഒരാളെ പറ്റി എങ്ങനെ പറഞ്ഞാൽ അവർക്ക് നോവില്ല എന്ന് പറയുന്ന കാര്യം അറിയും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സ്റ്റേജ് എന്ന് പറയാൻ പറ്റും. എന്നാൽ ജോക്കോയെ പോലെ ഒരു പരിചയം ഇല്ലാതെ കോമഡി ചെയ്യാൻ വേണ്ടി മാത്രം വന്നൊരു പുള്ളിക്ക് ആരെ പറ്റി എന്ത് പറയണം പറയണ്ട എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ പുള്ളി കാഷ്വലായിട്ട് എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് തനിക്ക് കിട്ടിയ സാധനങ്ങൾ വായിച്ചു കിട്ടും. ഇനിയിപ്പോൾ പുള്ളിയായിട്ട് തന്നെ എഴുതിയതാണെങ്കിലും ശരി, അങ്ങനെ ആവട്ടെ. അപ്പോൾ ആ ഒരു സെൻസിൽ ആരും ചിന്തിക്കുന്നില്ല. നേരെ എടുത്ത വായ പറയുവാണ് പുള്ളി സെക്സിസ്റ്റ് ആണെന്ന്. That's a tough room. Yeah. You know, it's not like it's a easy room. It's an industry room. It's a jaded room. It's an industry room where the expectation is one of like consequence. So everybody's on edge about what are you going to say about me. So it's not one that's attached to immediate laughter. So I think the comics that have partaken and have had success, it's because they have a nice understanding of the industry and the personnel. So we have relationships like Tina Fey, Amy. ഞാൻ പൊതുവെ ഇമ്മാതിരി കാര്യമൊന്നും പറയാൻ നിൽക്കാത്ത ആളാണ്. ഇത്രയും പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഇതും കൂടെ അങ്ങ് ചേർത്ത് ചെയ്യുന്ന മാത്രം. പിന്നെ ഞാൻ ജോക്കോയെ ഡിഫെൻഡ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ച ഒരു തോന്നൽ നിങ്ങൾക്ക് വരരുത്. അയാളെ ഡിഫെൻഡ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? ഇതിനേക്കാളും മോശമായിട്ടുള്ള ജോക്ക് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. ഗോൾഡൻ ഗ്ലോബിന്റെ ഉള്ളിൽ ഇതാണെങ്കിൽ പുറത്ത് റെഡ് കാർപ്പറ്റിൽ ഇതിനേക്കാളും ഉണ്ട്. What did you think, speaking of the bear, when this Jeremy, put that away. I'm happy for him. That's my boy, you know what I mean? I do feel like I want people to understand he's my coworker. സോ നമ്മൾ കണ്ടു വളർന്ന പല സിനിമകളും ഇപ്പൊ പല രീതിയിലായേക്കോ. ഈ സ്റ്റാർ വാർസിൽ ഇനി ആകെയുള്ള പ്രതീക്ഷ ബോബ് ഐഗർ മാത്രമാണ്. Remember, we have to entertain first. It's not about messages, and I don't really want to tolerate the opposite. കഴിഞ്ഞൊരു 10-ലേറെ കൊല്ലമായിട്ട് പുള്ളി നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ഫ്രാഞ്ചൈസാണ്. ഇനിയും നല്ല എന്റർടൈനിങ് സ്റ്റോറീസ് പറയുന്ന നല്ലൊരു ഫ്രാഞ്ചൈസ് ആയിട്ട് കൊണ്ടുപോകാൻ പുള്ളിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.